ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്നൊരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ്, അവൽ നനച്ചെടുക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഏറ്റവും ഗുണമുള്ള അവൽ നമ്മുടെ ചമ്പാവിൻ്റെ കളറിലുള്ള അവലാണ്. എനിക്കിപ്പോൾ ഇവിടെ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഓക്കെ, ഇപ്പോൾ വെള്ള അവലെടുത്തു, ശർക്കര, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. തിരികെ കുറച്ച് തേങ്ങ. അപ്പോൾ നമുക്ക് തേങ്ങയെടുത്ത് ശർക്കര ആവശ്യത്തിന് ചുരണ്ടി അതും എടുക്കാം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും അവലിലോട്ട് നന്നായി മിക്സ് ചെയ്യണം. ഒപ്പം കുറച്ച് വെള്ളവും കൂടെ വേണം. വെള്ളം ഒരുപാടൊന്നും വേണ്ട, ശകലം ഒന്ന് നനച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പരിപാടിയിലോട്ട് തുടങ്ങാം. ഞാൻ ശർക്കരയെല്ലാം ചുരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം അവലെടുത്തു, തേങ്ങയിട്ടു, ശകലമൊന്ന് ഇളക്കിയതിന് ശേഷം ശർക്കരയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ചില സമയങ്ങളിൽ ഞാൻ ഒരല്പം നെയ്യും കൂടെ ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ തൽക്കാലം ഏലക്ക ഇല്ലാത്തത് കൊണ്ട് ഞാൻ കരുതി ഇത് മാത്രം മതിയെന്ന്. അതുകൊണ്ടാണ് അതങ്ങനെ എടുത്തത്. നന്നായിട്ട് ആദ്യം നമ്മൾ ഇത് രണ്ടും കൂടെ ഇട്ട് അവലിനെ നന്നായി അതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ പുട്ടിനൊക്കെ മാവ് നനയ്ക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളം എടുത്ത് തൂറ്റാറുണ്ടല്ലോ, തളിച്ച് കൊടുക്കുന്ന പോലെ. അതുപോലെ ഒരല്പം വെള്ളം എടുത്ത് തളിച്ച് കൊടുത്താൽ മതി. അല്ലാതെ വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്യരുത്. കുറച്ച് വെള്ളം നമ്മൾ കയ്യിൽ ഇത്രയെടുത്ത് ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കുക, അത് മാത്രം മതി. അതിന് വേറൊന്നും ചെയ്യണ്ട. കാരണം മറ്റേത് അവലിൽ ശകലം നമ്മളിങ്ങനെ നനയ്ക്കുമ്പോൾ തന്നെ അത് കുതിർന്ന് പോകും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് എടുത്താൽ മതി. എൻ്റെ മോന് 4 മണി സമയം ചായയൊക്കെ കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്താണ് സാധാരണ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അങ്ങനെ ഇന്ന് എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അവലിരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ കരുതി എന്നാൽ അത് തന്നെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് നമുക്ക് ഞവിടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണം. അപ്പോൾ അത് ശർക്കരയും തേങ്ങയും ഒക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കും. അപ്പം നമുക്കിനി ഇതിനെല്ലാം ഒതുക്കി ഇതാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെക്കണം. നല്ല ഒരിതാണത്. അങ്ങനെ കുതിർന്ന് എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും. അത് വല്ലാത്ത ഒരു രുചിയായിരിക്കും. ഞാൻ സാധാരണ നെയ്യ് ചേർക്കുമ്പോൾ ഇങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷം ഈ സമയത്താണ് നെയ്യ് ചേർക്കുന്നത്. ഒരല്പം നെയ്യ് അങ്ങനെ ചേർക്കുമ്പോൾ ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു ഇതായിട്ട് വരും. നല്ല രുചിയാണ് അങ്ങനെ നെയ്യ് ചേർത്തെടുക്കുന്നത്. എപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടാണ് വരുന്നത്. അപ്പം നമുക്കിനി അത് പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ക്യാമറയും കൂടെ കയ്യിൽ പിടിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തട്ടേണ്ടി വന്നത്. ഓക്കെ, അങ്ങനെ നമുക്കത് പാത്രത്തിലോട്ട് സെർവ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആരും എന്നെ മറന്നു പോകരുത്. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും കമൻസിൽ അറിയിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ അതിനെ ഒന്ന് തിരുത്തി മുന്നോട്ട് വരാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.